ആശങ്കകൾക്കൊടുവിൽ SIRന്റെ അന്തിമ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. 4 മാസം നീണ്ട സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാകുമ്പോൾ 8.97 ലക്ഷം വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ 7.94 ലക്ഷം വോട്ടർമാരുടെ കുറവാണ് രേഖപ്പെടുത്തുന്നത്. ഇനി പ്രധാനമായും എല്ലാവർക്കിടയിലും പല സംശയങ്ങളും ഉണ്ടാകും. എങ്ങനെയാണ് SIRൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നത്, എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ആദ്യം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ലിങ്ക് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഒന്നാമത്തെ മെത്തേഡ്, ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 പ്രധാന ഭാഗങ്ങൾ കാണാൻ കഴിയും. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭാഷ തിരഞ്ഞെടുക്കലാണ്. ഹിന്ദിയിലായിരിക്കും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കിടക്കുന്ന ഭാഷ. മലയാളം എന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യഘട്ടം എന്ന് പറയുന്നത് എപ്പിക് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വോട്ടർ IDയുടെ വലതുഭാഗത്തായി മുകളിൽ കാണുന്ന നമ്പറാണ് എപ്പിക് നമ്പർ. ആദ്യത്തെ 3 എണ്ണം ആൽഫബറ്റ് പിന്നീട് ഡിജിറ്റുമാണ് വരുന്നത്. ആ നമ്പർ പൂർണ്ണമായും ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സംസ്ഥാനം തിരഞ്ഞെടുക്കുക. ശേഷം ക്യാപ്ച കോഡാണ് അടിക്കേണ്ടത്. നമ്മുടെ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിവരം താഴെ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. പക്ഷേ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നാണ് അർത്ഥം. 2. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ബന്ധുവിൻ്റെ പേരും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം സംസ്ഥാനം തിരഞ്ഞെടുക്കുക, പിന്നീട് ഭാഷ മലയാളം സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മളുടെ പേര്, ബന്ധുവിൻ്റെ പേര് എന്നിവ കൃത്യമായി ടൈപ്പ് ചെയ്യണം. ശേഷം ജനന തീയതിയോ പ്രായമോ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് സെർച്ച് ചെയ്യാം. മൂന്നാമത്തേത് ലിംഗഭേദമാണ്, അതായത് പുരുഷനാണോ സ്ത്രീയാണോ ഇനി 3-ാം ലിംഗമാണോ എന്നുള്ളതാണ് ഇവിടെ നൽകേണ്ടത്. അതിനുശേഷം ജില്ല സെലക്ട് ചെയ്യണം. ഒടുവിൽ നിയമസഭാ മണ്ഡലം, അതായത് നമ്മൾ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് അവിടെ ചേർക്കണം. ശേഷം ആദ്യത്തേതുപോലെ ക്യാപ്ച കൃത്യമായി എൻ്റർ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബട്ടൺ അമർത്തുക. വിവരം കൃത്യമായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടുണ്ട്. 3-ാമത്തെ മെത്തേഡ്, അടുത്ത മാർഗം എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ വഴി നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അതിനായി ആദ്യം സംസ്ഥാനം തിരഞ്ഞെടുക്കുക, ശേഷം ഭാഷ, പിന്നീട് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, അവസാനം ക്യാപ്ച എൻ്റർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സെൻഡ് OTP എന്ന ഒരു ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ നമ്പർ രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ നമ്പറിലേക്ക് OTP വരും. ഇനി അഥവാ നിങ്ങളുടെ നമ്പർ രജിസ്റ്റേർഡ് അല്ല എങ്കിൽ നമ്പർ നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കും. എങ്കിൽ ഈ മാർഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരയാൻ സാധിക്കില്ല എന്നാണ് അർത്ഥം. ഇനി വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ട്. ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ച വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് വരെ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും സാധിക്കും. സംസ്ഥാനത്ത് SIR പൂർത്തിയാകുമ്പോൾ 11 ജില്ലകളിൽ വോട്ടർമാർ കുറഞ്ഞിരിക്കുകയാണ്. മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകളിലായി വർധനവും ഉണ്ടായിട്ടുണ്ട്. SIRനിടെ 2 ഘട്ടങ്ങളിലായി 24.50 ലക്ഷം പേരെ പുറത്താക്കുകയും 15.64 പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടിച്ചേർക്കൽ ഉണ്ടായിട്ട് പോലും വോട്ടർമാർ കുത്തനെ കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് 3,21,582 വോട്ടർമാരുടെ കുറവാണുള്ളത്. പഴയ പട്ടികയിൽ 28,47,907 വോട്ടർമാർ ഉണ്ടായിരുന്നത് വോട്ടർമാർ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ 25,66,325 കുറഞ്ഞു. എറണാകുളത്ത് 1,83,271 പേരും തൃശൂർ ജില്ലയിൽ 1,37,242 വോട്ടർമാരും കുറഞ്ഞു. കോട്ടയത്ത് 1,12,178 വോട്ടർമാരുടെയും ഇടുക്കിയിൽ 1,01,214 പേരുടെയും കുറവുണ്ടായി. സംസ്ഥാനത്ത് വോട്ടർമാരുടെ എണ്ണം ഏറ്റവും ഉയർന്നത് മലപ്പുറത്താണ്. 2,02,796 പുതിയ വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇതോടെ ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 36,15,970 ഉയർന്നു. പഴയ പട്ടിക പ്രകാരം 21,13,255 വോട്ടർമാർ ഉണ്ടായിരുന്ന കണ്ണൂരിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർമാർ 21,60,497 വർദ്ധിച്ചു. 47,242 വോട്ടർമാരുടെ വർധനവ്. പഴയ പട്ടികയിൽ 10,78,256 വോട്ടർമാർ ഉണ്ടായിരുന്ന കാസർഗോഡ് അന്തിമ പട്ടികയിൽ 10,96,241 ഉയർന്നു. ഇവിടെ 17,985 വോട്ടർമാരുടെ വർധനവാണ് ഉണ്ടായത്. SIR കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക്.
രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ സംസ്ഥാനങ്ങളിൽ നടപടികൾ ആരംഭിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു. ഇതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നിർദ്ദേശിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കത്തയച്ചത്. ഏപ്രിൽ മാസത്തോടെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 22 ഇടങ്ങളിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് കമ്മീഷന്റെ തീരുമാനം. ഇതിനാവശ്യമായ മുൻകൂർ തയ്യാറെടുപ്പുകൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നതിനിടെ ഇതിന്റെ ഭാഗമായാണ് ഈ പുതിയ നടപടിയെന്നാണ് കമ്മീഷന്റെ പക്ഷം.